നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വൻപയർ വെച്ചിട്ടാണ്. വൻപയർ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പം കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുതിർത്ത് വെക്കുന്ന സമയത്ത് കൂടുതലൊക്കെ ആയി വരികയാണെങ്കിൽ നമുക്ക് ഈവനിങ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, പക്ഷേ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല, എണ്ണ കുടിക്കുകയും ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ഈ വൻപയർ വെച്ചിട്ട് വട ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് 1 കപ്പ് വൻപയറാണ്. അപ്പോൾ അത് ഒന്നുകിൽ തലേദിവസം രാത്രി തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ എന്തായാലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇനി ഇത് വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇടാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 3 പച്ചമുളകാണ് എടുക്കുന്നത്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കൂടെ ഇടാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 5-6 വെളുത്തുള്ളിയാണ്. മല്ലിയില നമുക്കൊരു ആവശ്യത്തിന് കുറച്ച് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന പോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ, കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയാണെങ്കിൽ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോകണം. ഒരുപാട് അങ്ങനെ അരഞ്ഞു വരണ്ട. നമ്മൾ വടയ്ക്കൊക്കെ അരച്ചെടുക്കില്ല, ആ ഒരു രീതിയിലാണ് വേണ്ടത്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്കിതും അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. നിങ്ങൾക്ക് ഇതിന് പകരം സാദാ ജീരകമല്ല നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്നത്, നല്ല ജീരകം വേണമെങ്കിൽ അത് ചേർത്താലും മതി. ഞാൻ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചായി ഇട്ട് നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ്. എന്താ നമുക്ക് ബൈൻഡിങ്ങിന് വേണ്ടി ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി. അപ്പോൾ അത് ലാസ്റ്റ് എത്ര ചേർക്കുന്നതെന്നുള്ള അവസാനം പറയാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഞാനൊരു 3/4 കപ്പോളം അരിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഭാഗവും കളറും ഒന്ന് മാറി വരണം. അപ്പോൾ ഇത് 2 ഭാഗവും ഏതാണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, വൻപയർ കൊണ്ട് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 11 വടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഷേപ്പൊക്കെ റൗണ്ടിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എണ്ണ കുടിക്കുകയൊന്നുമില്ല. നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സോസോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.